ഹലോ, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലായിരിക്കും നമ്മൾക്ക് ഫേസ്ബുക്കിൽ നിന്നൊക്കെ പണി വരുന്നത്. ഇങ്ങനെ യൂട്യൂബിലൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഫേസ്ബുക്കിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഏത് സമയത്താണ് എങ്ങനെയാണ് നമുക്ക് പണി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂ എപ്പോഴാണ് ക്ലിയർ ആവുന്നു, ഒന്നിനും ഒരു കൃത്യതയില്ലാത്ത ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഫോളോവർ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ഒരു മെസ്സേജ് ആണ്. അതായത് അവരുടെ പ്രൊഫൈൽ റെക്കമെൻഡേഷൻ നോട്ട് റെക്കമെൻഡബിൾ ആക്കിയിട്ടുണ്ട്. നോട്ട് റെക്കമെൻഡബിൾ മീൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് എന്തായാലും, ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ലൈവ് ആയാലും റീൽ ആയാലും അത് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിക്കില്ല. കൂടിപ്പോയാൽ ഒരു 100-150 ആൾക്കാരിലേക്ക് എത്തും, അതിൽ മുകളിലേക്ക് എത്തിക്കില്ല, അത് എത്ര ഫോളോവേഴ്സ് ഉണ്ടായാലും. അപ്പോൾ അതാണ് ഈ നോട്ട് റെക്കമെൻഡബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തുകൊണ്ട് ഈ നോട്ട് റെക്കമെൻഡബിൾ ആയി നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. യുവർ പ്രൊഫൈൽ didn't follow our community standards and it's impacting your റീച്ചിനെ നിങ്ങളെ ബാധിക്കും. നമ്മളുടെ കമ്മ്യൂണിറ്റി പോളിസി, കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. ആ ഒരു റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റിവ്യൂ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു എന്താണ് അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിനെ ഫോളോ ചെയ്യാത്ത രീതിയിൽ അവർ ഷെയർ ചെയ്തത്. അത് മാർച്ച് 4-ന്, ഇന്ന് ഡേറ്റ് ഏപ്രിൽ 7 ഓർക്കണം. മാർച്ച് 4-ന് ഒരു പോസ്റ്റർ അവരിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ നിലവിൽ അവർ സൗദിയിലാണ് നല്ലത്. അവരുടെ സ്ഥാപനത്തിലേക്ക് ആൾക്കാർ ജോലിക്ക് ആൾക്കാർ ആവശ്യമുണ്ടെന്ന് എല്ലാവരും പോസ്റ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ജോബ് റിക്വയർമെന്റ് ഇൻ സൗദി അറേബ്യ, അത് മാത്രമാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഇഷ്യൂനാണ്, ആ ഒരു പോസ്റ്ററിനാണ് ഇങ്ങനൊരു പണി വന്നത്. നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു നോട്ട് റെക്കമെൻഡബിൾ വന്നു, ഇങ്ങനെ ഒരു പണി കിട്ടി. അപ്പോൾ നമുക്ക് അതിൽ ഫേസ്ബുക്കിന്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ അതിന്റെ താഴെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വി ഡോണ്ട് അലോ പീപ്പിൾ ടു റിക്രൂട്ട് അതേഴ്സ് ഫോർ പൊട്ടൻഷ്യലി ഇല്ലീഗൽ എക്സ്പ്ലോയിറ്റേഷൻ ഓർ അബ്യൂസീവ്. അതായത് ദുരുപയോഗം ചെയ്യുന്നത്, നമ്മൾ ലീഗൽ അല്ലാത്തത്, പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് ആവശ്യമാണെന്ന് ഇതിൽ നമ്മൾ പോസ്റ്റ് കൊടുത്തിട്ട് മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്യുന്നത്, ചൂഷണം ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് ഫേസ്ബുക്ക് അലോ ചെയ്യുന്നില്ല എന്നാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നീട് ഗ്യാരണ്ടി എംപ്ലോയിങ് ഫോർ ജോബ്സ് ദാറ്റ് റിക്വയർമെന്റ് സ്പെഷ്യൽ സ്കിൽസ്, ഏതെങ്കിലും ഒരു സ്കില്ല് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നമ്മളൊക്കെ ഒരു പ്രത്യേക മേഖലയിൽ സ്കില്ലുള്ളവരെ നമ്മൾ ഇത്ര ശമ്പളം കൊടുത്തിട്ട് ജോലിക്ക് ആളെ നിർത്തേണ്ടത്, അങ്ങനെയുള്ള ഒരു പോസ്റ്റ് നമ്മൾ അലോ ചെയ്യുന്നില്ല എന്നാ ഫേസ്ബുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ആസ്കിങ് ഫോർ മണി ഓർ പേയ്മെന്റ്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എംപ്ലോയ്മെന്റ്. അതുപോലെ തന്നെ ജോലിക്ക് നമ്മൾ ശമ്പളം കൊടുത്ത് ഇത്ര ശമ്പളം കൊടുക്കുന്ന നമ്മൾ വാഗ്ദാനം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് നമ്മൾ ഇത്ര എമൗണ്ടിന് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഇങ്ങനെയുള്ള നമുക്ക് ശരിയായിട്ടുള്ള പോസ്റ്റർ ആയാലും ശരി, തെറ്റായിട്ടുള്ള പോസ്റ്റർ ആയാലും ശരി, നമ്മൾ ഇത് ഫേസ്ബുക്കിൽ അലോ ചെയ്യുന്നില്ല. നിങ്ങൾ പരമാവധി അങ്ങനെയുള്ള പോസ്റ്ററുകൾ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അതൊക്കെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു എന്ന ഒരു തരത്തിലാണ് ഈ ഫേസ്ബുക്ക് കാണുന്നത്. പിന്നെ പ്രൊമൈസിങ് ആൻഡ് റിയലിസ്റ്റിക് വർക്കിംഗ് കണ്ടീഷൻസ്, തെറ്റല്ലാത്ത, അതായത് ഒരു ജോലിയും ഇല്ലാത്ത നമ്മളിങ്ങനെ സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തെറ്റായിട്ടുള്ള പോസ്റ്ററും ഇടാൻ പാടില്ല. അപ്പൊ മൊത്തത്തില് കറക്റ്റ് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും കറക്റ്റ് അല്ലാത്ത പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ഫേസ്ബുക്ക് പണി തരുന്നുണ്ട്. നിങ്ങൾ ഒരു തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഫേസ്ബുക്കിൽ ഫോട്ടോ ആയാലും ശരി, റീലായാലും ശരി. റീല് അത്ര കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ചില സമയത്തൊക്കെ റീലും കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പോസ്റ്റ് നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഫേസ്ബുക്കിൽ അതൊക്കെ അലോ ചെയ്യുന്നില്ല. അത് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് അതിന്റെ താഴെ തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ റീഡ് ഇൻ ഫുള്ളിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ഞാൻ അവരുടെ അതേ പോസ്റ്റിന്റെ അടിയിൽ തന്നെ റിവ്യൂ റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ റിവ്യൂ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തെറ്റായിട്ടല്ല, അത് നമ്മൾ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നൊക്കെ അത് ധാരണയിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിവ്യൂ റിക്വസ്റ്റ് എങ്ങനെ കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം പരമാവധി നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ അത് റിവ്യൂ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ഒരു 4 ദിവസത്തെ ടൈം അവർ പറയുന്നുണ്ട്. ചിലപ്പോൾ നേരത്തെ ആവുമായിരിക്കും. അതായത് അവരൊന്ന് റിവ്യൂ ചെയ്യും. അതിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ
ഇത് ശരിയായിട്ട് ലഭിക്കും എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അതിന് 4 ദിവസത്തെ ടൈം ഇവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി, ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെയുള്ള പോസ്റ്ററും കാര്യങ്ങളും പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സാധാരണ നമ്മളെ നോർമൽ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ള തരത്തിൽ എന്തെങ്കിലും ഇത് ഇങ്ങനെ അല്ലാത്ത ഏതെങ്കിലും പോസ്റ്റർ ഇടുന്നതിന് കുഴപ്പമില്ല. ഇതുപോലുള്ള ജോലിക്കാർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സാധനം ഇങ്ങനെ പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും. നല്ല ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.